പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മലയാളി പെന്തക്കോസ്ത് യൂത്ത് ഫ്രണ്ട്സിൻ്റെ ഈ ലൈവ് പ്രോഗ്രാമിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാൽ ഈ പ്രകാരം ഒരു അവസരം നിങ്ങളെ സന്ധിക്കുവാൻ വേണ്ടി ഒരുക്കിയ MBYFൻ്റെ അഡ്മിൻസിനോടുള്ള സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ആത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ ഈ രാവിലെ നമ്മുടെ ചിന്തകൾ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസ്താവന നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ഫലം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമായിരിക്കുന്നു, എത്രത്തോളം അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നതിനെക്കുറിച്ച് വേണ്ടുന്ന തരത്തിലുള്ള ഒരു പഠിപ്പിക്കലുകൾ ദൈവസഭയ്ക്കകത്ത് ഉപദേശങ്ങൾ രൂപേണ ഉണ്ടോ എന്നത് സംശയമുളവാക്കുന്നൊരു കാര്യമാണ്. കാരണം ഫലത്തേക്കാൾ ഉപരി വരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഫലമില്ലെങ്കിലും കുഴപ്പമില്ല, വരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ആത്മീയ സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വരം ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ഫലമുണ്ടെങ്കിൽ മാത്രമേ ലഭിച്ച വരത്തെ നിലനിർത്തുവാനും അത് ലോകത്തിൽ ചലനമുളവാക്കുവാനും ഇടയായി തീരത്തുള്ളൂ. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് പ്രബന്ധങ്ങളല്ല ആവശ്യം, പ്രഭാഷണങ്ങളല്ല ആവശ്യം, അതേക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളല്ല ആവശ്യം. അതിനേക്കാൾ ഉപരി ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടണം. എങ്ങനെ കഴിയും? ഇന്നു മുതൽ ഞാൻ ആത്മാവിൻ്റെ ഫലമുള്ളവനായി തീരുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ തീരുമാനത്തിനൊരിക്കലും എന്നിലൂടെ ആ ഫലത്തെ പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എൻ്റെ തീരുമാനത്തെക്കാൾ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എന്തെങ്കിലും സമർപ്പണത്തിൻ്റെതായ പ്രാർത്ഥനകളെക്കാൾ ഉപരി പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ സമൂലമായി പരിവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കുവാനായി ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിലൂടെ എനിക്ക് ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ പ്രശ്നം മാനുഷികമായി നമ്മുടെ സ്വന്തം ഹിതത്തിൽ, സ്വന്തം വില്ലിൽ, എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ആശ്രയങ്ങൾ പലപ്പോഴും പരാജയകരമായി തീരുന്നു. എന്നാൽ ഈ രാവിലെ എന്നെ ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞാൻ വളരെ ആത്മാർത്ഥയോടും പ്രാർത്ഥനയോടും കൂടെ പറയട്ടെ, പരിശുദ്ധ ആത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലൂടെ ആത്മാവിൻ്റെ ഫലത്തെ യഥാർത്ഥ രീതിയിൽ പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാമത് നാം കാണുന്നത് സ്നേഹം. വാസ്തവത്തിൽ എന്താണ് സ്നേഹം? ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിവിധ നിലകളിലുള്ള സ്നേഹം, സ്നേഹബന്ധങ്ങൾ ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ അതൊക്കെ സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സംശയമില്ലാതെയില്ല. കാരണം ഒരു വ്യക്തി മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാണല്ലോ സ്നേഹം. ഒരാളോട് പറയുന്നു, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയുന്നു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോടോ അവരുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ പലപ്പോഴും നമ്മൾ സ്നേഹമായി നിർവചിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആവശ്യപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന സ്നേഹം തിരികെ ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും അത് ലഭിക്കാതെ പോകുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ കരിവാരിത്തേക്കുവാൻ, അവർക്ക് അപമാനം വരുത്തുവാൻ പലപ്പോഴും ഈ വ്യക്തികൾ തുനിയുന്നു. യഥാർത്ഥത്തിൽ അത് സ്നേഹമായിരുന്നോ? യഥാർത്ഥത്തിൽ സ്നേഹമാണെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മയും ഉയർച്ചയും മാത്രമല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ തകർക്കുവാൻ അവർക്ക് മനസ്സാകുന്നത്? അപ്പോൾ വാസ്തവത്തിൽ ഇത് സ്നേഹമായിരുന്നില്ല. ഒരാളോട് തോന്നിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ എന്തോ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി, അവരുടെ വികാരത്തിന് വേണ്ടി, അവർക്ക് തോന്നിയ എന്തോ ഒരു പ്രത്യേക അനുഭൂതി, അത് മാത്രമാണ് ഈ ലോകത്തിൽ കാണുന്ന സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്നേഹം നിരസിച്ചതിൻ്റെ ഫലമായിട്ട് മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു,
എത്രയോ ദാരുണമായ ഹീനകൃത്യങ്ങളാണ് നമ്മൾ ദിനംപ്രതി മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമോ? ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം പാപികളായിരിക്കുമ്പോൾ നമ്മുടെ യാതൊരു ഗുണവും അന്വേഷിക്കാതെ നമ്മൾ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലാതെ യേശു നമ്മളെ സ്നേഹിച്ചു. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? തൻ്റെ ക്രൂശു മരണത്താൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി യാഗമായി തീർക്കുവാൻ, നമ്മുടെ യേശുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി പൂർണ്ണമായി ഒഴിച്ചു തരുവാൻ തയ്യാറായി. അതാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ മകുട ഉദാഹരണം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് വരുമ്പോൾ അവനിലൂടെ ഒരു സ്നേഹം പുറപ്പെടുവാനിടയായിത്തീരും. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത സ്വാർത്ഥതയുള്ള സ്നേഹമായിരിക്കത്തില്ല, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള എന്തോ ഒരു നടിക്കലായിരിക്കത്തില്ല. മറിച്ച് അതിലുപരിയായി എന്നെ പിൻപറ്റുന്ന, അല്ലെങ്കിൽ എന്നെ ആഗ്രഹിക്കുന്ന, എൻ്റെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ എന്തിനും തയ്യാറാകും, എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ, എന്നെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുവാൻ തയ്യാറാകും. ആ സ്നേഹത്തിൻ്റെ ഉദാഹരണം യേശു ക്രിസ്തു മാത്രമാണ്. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തെ അവിടെ ഒരു വരമായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ഇന്ന് വരം പ്രാപ്തന്മാർ ഒട്ടനവധി ഉണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ വരം പലരിലും പ്രകടമാകുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവ സ്നേഹത്തിൻ്റെ ഒരു വക്താക്കളായി ഈ കാലഘട്ടത്തിൽ ആത്മിക മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ സ്നേഹം നമ്മളിലൂടെ പ്രകടമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നാം വിധേയപ്പെടുത്തുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ആത്മിക വിപ്ലവം സ്നേഹത്തിലൂടെ, പ്രവൃത്തിയിലൂടെ ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് കാണാൻ കഴിയുന്നു സ്നേഹം കഴിഞ്ഞ് സന്തോഷം. എന്താണ് സന്തോഷം? വചനത്തിൽ ഒട്ടനവധി തവണ സന്തോഷത്തെക്കുറിച്ച് പലതവണ പ്രതിപാദിച്ചിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവം ഏത് സാഹചര്യത്തിലും സന്തോഷമായിരിക്കണം. പറയാൻ എളുപ്പമാണ്, എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ സന്തോഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ആത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ലൈവായിരിക്കണം. എന്നാൽ മാത്രമേ യഥാർത്ഥമായ ഒരു ദൈവിക സന്തോഷം നമ്മളിൽ നിന്നും പ്രകടമാകത്തുള്ളൂ. നമുക്കറിയാം, നമ്മളൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പൈലറ്റ് ആരാന്ന് നമുക്കറിയത്തില്ല. ആ പൈലറ്റിനെ കുറിച്ച് ഒരിക്കലും ഒരു കേട്ടുകേൾവി പോലും ഇല്ലെങ്കിലും നമ്മൾ എത്ര റിലാക്സ് ആയിട്ടാണ് ആ പ്ലെയിനിനകത്ത് ഇരിക്കുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറെ കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിലും നാം വളരെ സന്തോഷത്തോടെ ആ ബസ്സിനകത്ത് ആ യാത്ര എൻജോയ് ചെയ്യാറുണ്ട്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കപ്പിത്താനെ കുറിച്ചോ അതിൻ്റെ ലോക്കോ പൈലറ്റിനെ കുറിച്ചോ നമുക്ക് യാതൊരു അറിവുമില്ലെങ്കിലും നാം വളരെ റിലാക്സ് ആകാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പകൽ പറയട്ടെ സ്നേഹിതരെ, നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ ഇതിൻ്റെ കൺട്രോളറെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കെ എന്തിനാണ് നൈമിഷികമായ വിഷമതകളെ ഓർത്താം ദുഃഖിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്നത്? നമുക്ക് സന്തോഷത്തോടെ ഈ യാത്രയിൽ കർത്താവിനോട് ഒന്നിച്ച് നടക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് വേണ്ടിയത് കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും മാത്രമാണ്. എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിഭവങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, പരാതികൾ ഉണ്ടായിരിക്കത്തില്ല, അവൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടത്തില്ല, ആരോടും കുറ്റം പറയത്തില്ല. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവർക്ക് സന്തോഷിക്കാൻ ഇടയായിത്തീരും. ഒരു സന്തോഷം നമ്മുടെ അകത്ത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായി ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് അയച്ചത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ ബഹളം വെപ്പിക്കുവാനോ, ചാടിക്കുവാനോ, അന്യഭാഷ പറയിക്കുവാനോ, അല്ലെങ്കിൽ ഏതോ പ്രകടമാകുന്ന നമ്മുടെ അറിവിലുള്ള കൃപാവരങ്ങൾ നമ്മളിലൂടെ പുറപ്പെടുവിക്കാനോ ആണെന്നും. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും പ്രവൃത്തികളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവിന് ദൈവം നമ്മുടെ അകത്ത് അയച്ചത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാം ഇതിനകത്ത് മാതാപിതാക്കൾ എന്നെ ശ്രവിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുള്ളവർ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു നാളിൽ വളർത്തി പരിചയമുള്ളവരൊക്കെ എന്നെ ശ്രവിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയും, അവരെ നമ്മൾ ശിക്ഷിക്കാറുണ്ട്. എങ്കിലും ആത്യന്തികമായി ഒരു സ്നേഹമുള്ള ഒരു പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വഴിവക്കത്ത് നിൽക്കുന്ന അമ്മമാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, വീർപ്പിച്ചു കിട്ടിയ മുഖത്തോടുകൂടെയാ. ആ കാഴ്ച കാണുമ്പോൾ ഏതൊരു മാതാവിൻ്റെ ഹൃദയം നൊമ്പരിക്കും. അമ്മ ചോദിക്കും, മോനെ മോളെ നിനക്ക് എന്തു പറ്റി?
ടീച്ചർ വഴക്ക് പറഞ്ഞോ, ഹോംവർക്ക് ചെയ്യാത്തതിന് ഉപദ്രവിച്ചോ, വിശക്കുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കുഞ്ഞുങ്ങൾ പറയും എനിക്ക് അമ്പിളിമാമനെ പിടിച്ചു തരണം, അതും കൊടുക്കുവാൻ അമ്മ തയ്യാറാകും. കാരണം അമ്മയുടെ ആഗ്രഹം കുഞ്ഞിന്റെ സന്തോഷമാണ്. പിതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരുടെ ആഗ്രഹം കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ? നമ്മൾ വഴക്ക് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാലും 2 ദിവസം അവധി കിട്ടി കുഞ്ഞുങ്ങൾ ബന്ധുവീട്ടിൽ പോയാൽ നമ്മൾ പറയും അവൻ പോയ പിന്നെ അവൾ പോയ പിന്നെ വീടങ്ങ് ഉറങ്ങിയതുപോലെയായി, ഇവിടെ ഒരനക്കവുമില്ല. അപ്പോൾ കുരുത്തക്കേട് കാണിക്കുന്ന നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന മക്കളാണെങ്കിൽ പോലും അവരുടെ ഓടിച്ചാടി തുള്ളി ആനന്ദിച്ച് വീട്ടുമുറ്റത്തുകൂടെ നടക്കുന്നത് കാണാൻ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹം. കുഞ്ഞുങ്ങൾ ഊമനുറഞ്ഞ ഒരു മൂലയിൽ ഇരുന്ന് നമ്മൾ ചോദിക്കുക എന്താ പറ്റി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദോഷികളാകുന്ന എന്റെയും നിങ്ങളുടെയും ആഗ്രഹം നമ്മുടെ സന്തോഷമാണെങ്കിൽ, വചനം പറയുന്നു അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നു മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു കർത്താവിന് നിർദോഷവും നിഷ്കളങ്കവുമായ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട എന്നെയും നിങ്ങളെയും കുറിച്ച് യേശു കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ സന്തോഷമാണ്. ആ പരിശുദ്ധ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുന്നത് നമ്മളെ ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പിക്കാനാണ്. ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കുമ്പോൾ സന്തോഷം നമ്മളെ കാണുന്നവർ സന്തോഷിക്കാനിടയായി തീരും. പ്രശ്നത്തിന്റെ നടുവിൽ തീച്ചുളയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും നമ്മുടെ മുഖത്തിന്റെ ശോഭ കണ്ട് അവരുടെ വേദനകളെ മറന്ന് നമ്മളോട് സന്തോഷിക്കാനിടയായി തീരും. ആ സന്തോഷമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം കുറ്റവും പറഞ്ഞ് പരിഭവപ്പെട്ട് പരാതി പറഞ്ഞ് വിഷമിച്ച് ജീവിതം എങ്ങനെയും തള്ളി നീക്കാനല്ല. ദൈവം നൽകിയ ഈ ആയുസ് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ ആത്മാവിന്റെ ഫലം ഉള്ളവന് തീർച്ചയായും സഹായിക്കും. സമാധാനം, അടുത്ത കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സമാധാനം, ദൈവിക സമാധാനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. കൊലോസ്യ ലേഖനം 3:15 ലെറ്റ് പീസ് ബി യുവർ അമ്പയർ. സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് മലയാളത്തിൽ പറയുന്നു. എന്നാൽ ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമ്പയർ ആകട്ടെ. നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് കളിയിലോ ഒരു ഫുട്ബോൾ മാച്ചിലോ ഒരു അമ്പയറുടെ സ്ഥാനം എന്താണെന്ന്. ആ കളിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അമ്പയറാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു അമ്പയറായി സമാധാനം തീരുവാനിടയായി തീരണം. ഹൃദയത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും വലിയ പ്രത്യാശ ഉണ്ടായിരിക്കും, വലിയ സന്തോഷമുണ്ടായിരിക്കും. ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുവാനിടയായി തീരും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് സമാധാനം കണ്ടെത്തുവാനുള്ള പല ഉപാധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, നിരാശയുടെ അടിമത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനൊരു മൂവി കാണാൻ ഒരു തിയേറ്ററിൽ ചെല്ലുന്നു. 2.5 മണിക്കൂർ ആ സിനിമയ്ക്കകത്ത് ലയിച്ച് മറ്റുള്ള എല്ലാം മറന്നവനിരിക്കുന്നു. അവനൊരു സമാധാനം താൽക്കാലികമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ 2.5-3 മണിക്കൂർ കഴിഞ്ഞ് ഇത് എൻഡ് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തേക്കാൾ ഇരട്ടി പ്രശ്നവുമായിട്ടാണ് അവൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ലോകത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കുന്ന സമാധാനത്തിന് ഒരു ചെറിയ താൽക്കാലിക മണിക്കൂറുകളിലേക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കഴിയും. മദ്യത്തിനായാൽ, മയക്കുമരുന്നിനായാൽ, ലോകം തരുന്ന മറ്റ് ഏത് എന്റർടൈൻമെന്റ്സിനായാൽ, ഏതൊക്കെ രീതിയിലുള്ള ഉപാധികളിലോ ഒക്കെ മനുഷ്യനെ ഒരു താൽക്കാലികമായ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ കഴിയാത്ത നിലനിൽക്കുന്ന ഒരു ദൈവിക സമാധാനം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു അമ്പയറിന്റെ റോളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവഹിതപ്രകാരം നമുക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അറിയിച്ചുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ജയാളികളായി മുന്നേറുവാനിടയായി തീരും. ഒന്നൊന്നായി വിവരിക്കാനതിന് മുമ്പിൽ സമയം കുറവുണ്ട്, വിസ്താരഭയത്ത് ഞാൻ ഖേദിക്കുന്നു. ദീർഘക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ ക്ഷമയെക്കുറിച്ച് ഒരുപാട് ആശയങ്ങളുണ്ട്, നമ്മളെല്ലാം പ്രസംഗിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പ്രാവർത്തികമാക്കാൻ പലപ്പോഴും കഴിയാറില്ല. വാസ്തവത്തിൽ എന്താണ് ക്ഷമ? ക്ഷമയുടെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ക്രൂശിൽ അവസാന നിമിഷങ്ങളിലും യേശു പറയുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്റെ വേദനകളെ മറന്ന് ക്രൂശിൽ
കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോഴും തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ മനസ്സാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ മാനുഷികമായി നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരാം. മാനുഷികമായി നമുക്ക് പൊറുക്കുവാൻ കഴിയാത്ത, അവർ എന്നോട് ചെയ്തു തോർത്താൽ, അവർ എന്നോട് പ്രവർത്തിച്ചു തോർത്താൽ ഈ ആയുസ്സിൽ എനിക്ക് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരുമ്പോഴും ആ ദൈവാത്മാവിന്റെ ഫലം നമ്മുടെ അകത്തുകൂടെ വെളിപ്പെടുമ്പോൾ നാം അറിയാതെ ക്ഷമയിലേക്ക് നയിക്കപ്പെടും. നമുക്കറിയാൻ കഴിയും, യോസേഫിനെ കുറിച്ച് പഠിച്ചാൽ യോസേഫിന്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാർ തന്നോട് ചെയ്തത് അത്യധിക ഹീനകരമായതാണ്. ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ തൻ്റെ സ്വന്തം രക്തബന്ധങ്ങൾ തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടും അവരുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്ക് യോസേഫിൽ ദർശിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ക്ഷമയെക്കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? യേശു പറയുക, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനോട് ഒരു ദിവസം തന്നെ 70 വട്ടം, 7 × 70 490 പ്രാവശ്യം ഒരു ദിവസം ഒരു വ്യക്തി ക്ഷമിക്കാൻ സന്നദ്ധനാണ്, ബാധ്യസ്ഥനാണ്. 490 പ്രാവശ്യം ഒരു ദിവസം. നമുക്കറിയാം, ഒരു വർഷത്തിലാകെ എത്ര ദിവസമുണ്ട്? 365 ദിവസമേ ഉള്ളൂ. ഒരു ദിവസം 490 പോകട്ടെ, ഒരു ദിവസം ഒന്ന് വെച്ച് കൂട്ടിക്കോ. ഒരു വർഷം 360 ദിവസമേ ഉള്ളൂ. 490 ക്ഷമ. പിന്നെയും ഒരു വർഷത്തിലെ കണക്കെടുത്താൽ തന്നെ 125 ക്ഷമ ബാലൻസ് കിടക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഓർക്കാനേ പറ്റത്തില്ല ഒരു തെറ്റിനെയും. നമ്മളോട് സഹോദരങ്ങൾ ചെയ്തതോ, നമ്മൾ സ്നേഹിച്ചവർ ചെയ്തതോ, ആര് ചെയ്ത ഒരു ദോഷത്തെയും നമുക്കൊരിക്കലും ഓർക്കാൻ പോലും കഴിയത്തില്ല. കാരണം യേശു പറഞ്ഞത് 490 ഒരു ദിവസം ഒരു പ്രാവശ്യം യാണ്. പ്രിയമുള്ള, നമുക്ക് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത് ആ യേശുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത്. ആ ആത്മാവിന്റെ ഫലം ണ്ട്. ദയയെക്കുറിച്ച് അറിയാൻ നമുക്ക് വിവരിക്കേണ്ട പരോപകാരം ബൈബിളിലുടനീളം നമ്മൾ കാണുമ്പോൾ കുറിച്ച് ആവർത്തിച്ച് പഴയ നിയമത്തിലും കഴിയുന്നുണ്ട്. പൗലോസ് 2 മക്കദോനിയ സഭകളോട് വിശുദ്ധന്മാരുടെ മക്കദോനിയ സഭകൾ അവർ കഠിന ശോധനയിലായിരുന്നിട്ടും അവർ സന്തോഷ സമൃദ്ധിയോടുകൂടെ സഹായിക്കുന്നതിൽ, മറ്റുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ അവർ പ്രിയമുള്ളവരെ, സഹായിക്കൽ, മറ്റുള്ളവരെ കരുതലിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരാനുള്ള അവസ്ഥയിൽ, നമ്മുടെ ആ അവസ്ഥയിൽ നിന്നും ഒരു പങ്ക് മറ്റുള്ളവർ അതിന് അർഹരായവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാൻ, അവരെ കൊടുക്കും, അവരെ സഹായിക്കുവാൻ നാം തയ്യാറായാൽ നിശ്ചയമായും കർത്താവിന്റെ ഇഷ്ടം നമ്മളിലൂടെ നിറവേറപ്പെടുവാനിടയായി തീരും. തുടർന്ന് വിശ്വസ്തതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. യേശു കർത്താവിനെ കുറിച്ച് നോക്കുമ്പോൾ യേശു കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തനായിരുന്നു. യോസേഫിന്റെ ജീവിതം പഠിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യം തെറ്റിപ്പോവാനുള്ളവായിട്ടും അതിലൊന്നും താൻ തകർന്നു പോകാതെ അവിടേക്കൊന്നും ദൈവത്തോടോ മനുഷ്യനോടോ ആരോടും പാപം ചെയ്യാതെ വിശ്വസ്തത പുലർത്തിയിരുന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ വിശ്വസ്തതയുടെ ഫലമായി അവനെ ആ ഫറവോന്റെ മന്ത്രി പദത്തിലേക്ക് രണ്ടാമനാക്കി, ഈജിപ്തിലെ രണ്ടാമത്തെ മന്ത്രി എന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഈ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനിടയായി തീരും. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ പ്രസംഗങ്ങളെക്കാൾ ഉപരിയായി പഠിപ്പിക്കലുകളെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു നദി നമ്മളുടെ ഒഴുകുവാൻ വേണ്ടി നാം ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മീയതയെ കുറിച്ച് പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ ലോകത്തുനിന്ന് വേർപെടുത്തിയിരുന്നത് അവരുടെ സ്വഭാവ സവിശേഷതകളായിരുന്നു. എന്നാൽ ദുഃഖകരെന്ന് പറയട്ടെ, കാലങ്ങൾ കുറെ കഴിഞ്ഞു, പണം വന്നു, പ്രതാപം വന്നു, ആഡംബരം വന്നു, സ്വാധീനങ്ങൾ വന്നു. ഇന്ന് പലരിലും ഫലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ ആത്മീക മൂല്യച്യുതിയിലേക്ക് നമ്മുടെ സമൂഹം പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു വേറിട്ട ശബ്ദമായി ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാവിന്റെ ഫലത്തെ പ്രകടമാക്കുന്ന നിലവാരത്തിൽ, ദൈവശക്തിയാൽ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന നിലവാരത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ഇതുവരെ നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിപ്ലവാത്മകരമായ ഒരു ചലനത്തെ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ സൃഷ്ടിക്കുവാനിടയായി തീരും. ആത്മാവിന്റെ ഫലം ഒരിക്കലും ഒരു വ്യക്തിയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. വരത്തേക്കാൾ ഫലത്തിന് പ്രാധാന്യം കൊടുക്കുക. ഫലങ്ങൾ എന്നല്ല, ആ വാക്ക് ശ്രദ്ധിക്കണം.
ഒരു 9 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-22 വാക്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ 9 കൂട്ടം ഫലങ്ങൾ എന്നല്ല. ഫലമോ, ആത്മാവിന്റെ ഫലമോ ഒരു ഓറഞ്ചിന്റെ 9 അല്ലികൾ പോലെ ഒന്നൊന്നിനോട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാവിന്റെ ഫലം ഒന്നും മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. എനിക്ക് സ്നേഹമുണ്ട്, സമാധാനമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്കുന്നവനാ, വേറെ ഒന്നും പരോപകാരമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒന്നൊന്നിനോട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഒരു വ്യക്തി പരിശുദ്ധ ആത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ 1 9 നമ്മളിലൂടെ പുറപ്പെടുവാനിടയായി തീരും. കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനായി എന്നെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ശക്തീകരിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു വ്യത്യസ്തത പുലർത്തുന്ന അനേകരിൽ ഒരാളായി തീരാനല്ല, ഒരു വ്യത്യസ്തതയുള്ള ദൈവവചനം അനുശ്വാസിക്കുന്ന ആത്മാവിന്റെ ഫലമുള്ള ദൈവപ്രീതിക്ക് ദൈവിക പ്രസാദത്തിന് ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളുടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.